ഇവര് പറഞ്ഞല്ലോ, നിങ്ങൾ പറഞ്ഞൊരു അല്ല അത് പരസ്യം കൊടുക്കായിരുന്നു. എല്ലാ ഇലക്ട്രിക് പോസ്റ്റിന്റെ മുകളിൽ സ്ഥാനാർത്ഥി ആവശ്യമുണ്ട് പറഞ്ഞ് പരസ്യം കൊടുത്ത പോലെ ആളെ കിട്ടിയിട്ടില്ല. കോട്ടക്കലിൽ ആളില്ല. കോട്ടക്കലിൽ മത്സരിക്കാൻ ഏതോ ഒരു ഒരാളെ അവിടുന്ന് വളാഞ്ചിരുന്നോ പേഴ്സണൽ വിളിച്ചുകൊണ്ടതാ. അതേമാതിരി താന്നൂരില്, തിരൂരില്, മങ്കടയില് സ്ഥാനാർത്ഥിയില്ല. അത്ര വലിയ ഗതികേടുണ്ടോ? മങ്കടയിൽ പ്രഖ്യാപിച്ച ഹലോ, അത് നമ്മൾ കണ്ടതല്ലേ ഇവരുടെ സ്ഥാനാർത്ഥി ദാരിദ്ര്യം. നോമിനേഷൻ കൊടുക്കേണ്ട അവസാന തീയതി 23-ാം തീയതി. അന്ന് രാവിലെയാണ് സ്ഥാനാർത്ഥികളെ കണ്ടെത്തുന്നത്. കാരണം ഓരോരുത്തരുടെ കൂടെ ഓടുകയാണ്. എവിടെയെങ്കിലും അസംതൃപ്തിയുണ്ടോ നോക്കിയിട്ട് അവർക്ക് ഇത്തരം ഒരു ഗതികേട് മുമ്പ് ഒരിക്കലും LDF ഉണ്ടായിട്ടില്ല. BJP-ന്റെ കാര്യം ഇവിടെ അത്ര ചർച്ച അത് അവിടെ വെക്കല്ല. ഇവിടെ ഇവിടെ LDF UDF തമ്മിലുള്ള മത്സരം. അതിനിടെ പിന്നെ BJP സ്ഥാനാർത്ഥി നമ്മൾ നോക്കുന്നില്ല. പിന്നെ അത് ചിത്രത്തെ കാര്യമില്ല. അത് തന്നെയാണ് രണ്ടാം ഫൈറ്റ് UDF LDF തമ്മില. തീർച്ചയായിട്ടും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇപ്പൊ കേരളത്തിലുടനീളം കാണുന്നത് LDF-ന് രാഷ്ട്രീയമായി ജയിക്കാൻ കഴിയാത്തൊരു സാഹചര്യം രൂപപ്പെട്ടു വരുമ്പോൾ പലയിടത്തും BJP-യുമായി ഒരു ഇന്റേണൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടോ എന്ന് കേരളം ഇപ്പോൾ സംശയിക്കുന്നിടത്തേക്ക് കേരളം എത്തിയിരിക്കുകയാണ്. ഇപ്പൊ കേരളത്തിന്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യങ്ങൾ എല്ലാ കാലത്തും അല്ല. ഞാൻ പറയട്ടെ, നിങ്ങൾ അവസരം കിട്ടും. ഞാൻ പറയട്ടെ, ഇവിടെ കേരളത്തിൽ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മലപ്പുറം ജില്ല ഒരുപാട് കാര്യങ്ങൾക്ക് സാക്ഷിയായി. ഈ നിൽക്കുന്ന സൗഹൃദമാണ് മലപ്പുറത്തിന്റെ സൗഹൃദം. ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു, ഒരുമിച്ച് ചിരിക്കുന്നു, ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു. ഈ ഇലക്ഷൻ വന്നാലും അങ്ങനെ ഏത് കാലഘട്ടത്തിലും ഇലക്ഷൻ ആണെങ്കിലും അല്ലെങ്കിലും ഞങ്ങൾക്കിടയിൽ ഇവിടെ മറ്റ് മതസ്ഥർക്ക് ജീവിക്കാൻ പോലും കഴിയില്ല എന്നൊക്കെ ഒരാൾ പറഞ്ഞാൽ അങ്ങത് പറയരുത്. കേരളത്തിന്റെ മതേതര മുഖത്തിന് അത് അപകടകരമാണ് എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്തം കേരളത്തിന്റെ മുഖ്യമന്ത്രി നിർവഹിച്ചു എന്ന് പറയാൻ ആർക്കെങ്കിലും കഴിയുമോ? ഞങ്ങളുടെ കോഴിക്കോട് വിമാനത്താവളം, അവിടെ പാവപ്പെട്ട മനുഷ്യരാണ് യാത്ര ചെയ്യുന്നത്. ആ പാവപ്പെട്ട മനുഷ്യർ ഗൾഫിൽ നിന്ന് വരുന്നത് സ്വർണം കടത്താനും അതുപോലെ തന്നെ ഈ രാജ്യത്തിന് അപകടകരമായ രൂപത്തിൽ അവര് ഫണ്ട് കൊണ്ടുവരാനുമാണ് എന്ന് ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയി പത്രസമ്മേളനം നടത്തുന്നത് ആർക്കു വേണ്ടിയാണ്? ഈ രാജ്യത്തിലെ ജനങ്ങളുടെ മുമ്പിൽ അതൊക്കെ ചോദ്യങ്ങളാണ്. കാരണം ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യരെ രാജ്യദ്രോഹികളായി മുദ്രകുത്താൻ ഒരു മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തുക, അതുപോലെ തന്നെ ഈ രാജ്യത്തിലെ മുഴുവൻ ജനങ്ങൾ വർഗീയവാദികളാണെന്ന നിലയ്ക്ക് നിങ്ങൾ കാണേണ്ടത് ഇത്രയേറെ മതസൗഹാർദ്ദം നിലനിൽക്കുന്ന ഒരു മണ്ണ്, ഈ മണ്ണിനെ മലീമസമാക്കാൻ ശ്രമിച്ച ആളുകൾ അവർ ഇനി നടത്താൻ പോകുന്ന ഒരു നാടകം എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് നിൽക്കാനായില്ലെങ്കിൽ BJP-ക്ക് ഒരു ലക്ഷ്യമുണ്ട്. BJP-യുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസിന്റെ ഒരു ഗവൺമെന്റ് ഒരു സ്റ്റേറ്റിലും വരരുത്.